കോഴിക്കോട് താമരശ്ശേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. ബില്ലിംഗ് മെഷീനിൽ തുക തെറ്റിയടിച്ചതിന്റെ പേരിലാണ് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ ആൾ ജീവനക്കാരെ മർദ്ദിച്ചത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട്. അഭിജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. താമരശ്ശേരി ചുങ്കത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി ഒരാൾ എത്തുന്നു. ശേഷം 100 രൂപയ്ക്ക് ഡീസൽ അടിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ പണം ഗൂഗിൾ പേ ആയി നൽകാമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഈ പെട്രോൾ പമ്പിലുള്ളവർ തങ്ങളുടെ ഈ ബില്ലിംഗ് മെഷീനിൽ 100-ന് പകരം തെറ്റായി 1000 രൂപ അടിച്ചു പോവുകയായിരുന്നു. അത് ഉറക്കത്തിൽ സംഭവിച്ചത് എന്നാണ് ഈ പെട്രോൾ പമ്പ് ജീവനക്കാർ പറയുന്നത്. പക്ഷേ ഈ ഡീസൽ അടിക്കാനെത്തിയാൽ ഇതിൽ പ്രകോപിതനായി തന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് പെട്രോൾ പമ്പ് ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. ടിറ്റോ എന്ന ആൾക്കാണ് ആദ്യം മർദ്ദനമേറ്റത്. ഇത് പിടിച്ചു മാറ്റാൻ ചെന്ന അഭിഷേക് എന്നൊരാൾക്ക് കൂടി, പെട്രോൾ പമ്പ് ജീവനക്കാരനായ അഭിഷേക് എന്നൊരാൾക്ക് കൂടി ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഭീകരമായാണ്, ക്രൂരമായാണ് ഈ രണ്ടുപേരെയും ഈ ഇന്ധനം നിറയ്ക്കാനെത്തിയ യുവാവ് മർദ്ദിച്ചത്. അവർക്ക് മൂക്കിൽ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഇവർ നിലവിൽ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ വന്ന ആൾക്കെതിരെ കേസെടുക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യം ചൂണ്ടിക്കാട്ടി ഇവർ നിലവിൽ താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി അഭിജിത്ത്, ഏതായാലും ഈ മർദ്ദനമേറ്റ വ്യക്തിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. പ്രതികരണത്തിലേക്കാണ് ഇനി. 100 രൂപയ്ക്ക് ഡീസൽ അടിച്ചു സാറേ. ഡീസൽ അടിച്ച് നമ്മുടെ ഉറക്കത്തിന്റെ ഇതിലായിപ്പോയി. അപ്പോൾ പേടിഎമ്മിന്റെ വിസിലിൽ 100-ന് വരെ ഒരു 0 കൂടുതൽ ഞെങ്ങിപ്പോയി. അതിന്റെ 900 രൂപ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞാണ് അവർ മർദ്ദിച്ചത്. എനിക്ക് തലയ്ക്ക് ചെറുതായി പരിക്കേറ്റി. എനിക്ക് എന്റെ മൂക്കിൽ കൂടെ ഒക്കെ ബ്ലഡ് വന്നായിരുന്നു. നമ്മളെ റിങ്ങില്ല, നമ്മുടെ കയ്യിലുള്ള റൗണ്ട് ചെയിന് അതിട്ട് അവനെ ഇടിച്ചത്.